welcome to Earn Marks. നമ്മുടെ +2 ബയോളജി സയൻസ് ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ഒരുപാട് പേര് എടുക്കുന്ന കോഴ്സാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെറിറ്റിൽ BSc നഴ്സിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ LBS ത്രൂ ആണ് അഡ്മിഷൻ എടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ട വഴി സീറ്റ് ആണെങ്കിലും നമ്മുടെ PNC MAC തുടങ്ങിയ അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻ നേടാറുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെ സാധ്യത എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ BSc നഴ്സിംഗിന് സീറ്റിംഗ് അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം സ്റ്റുഡൻസ് പുറത്തുപോയി BSc നഴ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള ഭൂരിഭാഗം പേര് പോയി പഠിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ബാംഗ്ലൂരാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ INCയുടെ ലിസ്റ്റിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേരുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് നോക്കുക. INC ലിസ്റ്റിൽ KNC കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് ഏതാണോ അതിൻ്റെ നെയിം സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. പിന്നെ കർണാടകയിൽ മെയിനായിട്ട് BSc നഴ്സിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. അപ്പം കർണാടകയിൽ തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെ ജോയിൻ ചെയ്യാൻ നോക്കുക. മറ്റുള്ള യൂണിവേഴ്സിറ്റീസ് മോശമാണെന്നല്ല, മറ്റുള്ള യൂണിവേഴ്സിറ്റീസിന് അഫിലിയേഷൻസ് ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അവിടെ അഡ്മിഷൻ എടുക്കാം. പിന്നെ ചില കോളേജിന് എന്താ വെച്ചാൽ 2, 3, 4 അഫിലിയേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് മെയിൻ അപ്രൂവൽ കിട്ടിയ അഫിലിയേഷൻ ഏതാണോ എന്നുള്ളത് അതിൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. അപ്പം ഒരു കോളേജിനെ നോക്കുകയാണെങ്കിൽ 100 അഡ്മിഷൻ ഉള്ളതിൽ 40 സീറ്റ്സിന് മാത്രമേ അഫിലിയേഷൻ ലഭിച്ചിട്ടുള്ളൂ. അതായത് മെയിൻ അപ്രൂവൽ ഈ 40 സീറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ 40 പേരിൽ നിങ്ങൾ ഒരാളാണോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പോയി പഠിക്കുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ INC ലിസ്റ്റിൽ നിങ്ങളുടെ കോളേജിൻ്റെ പേരുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ INC ലിസ്റ്റിൽ അഫിലിയേഷൻസ് ഒക്കെ ലഭിച്ച കോളേജിനെ പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ലോൺ അപ്രൂവൽ ആക്കുകയുള്ളൂ, പിന്നെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ 4 വർഷമാണ് BSc നഴ്സിംഗ് വരുന്നത്. ഈ 4 വർഷം നിങ്ങൾ നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിനായിട്ട് നോക്കണം. പിന്നെ അധികം ഇപ്പം കോളേജിലായിക്കോട്ടെ കോളേജിന് മെയിനായിട്ടൊരു ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളത് മെയിൻ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ആണ് കൂടുതൽ വേണ്ടത്. തിയറിനേക്കാൾ കൂടുതൽ പ്രാക്ടീസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിന് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കോളേജ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഡയാലിസിസ് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എങ്കിലേ നിങ്ങൾക്ക് എല്ലാ ക്ലിനിക്കൽ പ്രാക്ടീസും കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൊക്കേഷനാണ്. അതായത് നിങ്ങൾ ഇപ്പം പോകുന്ന ഹോസ്പിറ്റൽ ആയിക്കോട്ടെ കോളേജ് ആയിക്കോട്ടെ എവിടെയാണ് എന്നുള്ളതാണ്. അപ്പം മെയിൻ ആയിട്ട് ഈ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ടൗൺ ഏരിയയിൽ വരുന്ന കോളേജ് ചൂസ് ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ടൗൺ ഏരിയയിലൊക്കെയാണ് കൂടുതലും പേഷ്യൻസ് കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ പേഷ്യൻസ് കൂടുതലുണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രാക്ടീസും കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പം ഈ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന കോളേജിന് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ടൗൺ ഏരിയയിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഹോസ്പിറ്റലും കോളേജൊക്കെ നിങ്ങൾക്ക് പോസ്റ്റിംഗ് തരുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കോളേജിലോ നിങ്ങൾ ഹോസ്പിറ്റലിലോ മെഡിക്കൽ കോളേജിലോ പോസ്റ്റിംഗ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല, കുറച്ച് ടഫാണ്. നമ്മൾ സീരിയസ് ആയിട്ട് കാണേണ്ടതും കൂടിയാണ്. അപ്പം നിങ്ങൾ 4 വർഷം പഠിക്കുന്ന കോളേജിനെ പറ്റി മുഴുവനായിട്ടും അന്വേഷിച്ചിട്ട് മാത്രമേ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ പോയി കുടുങ്ങിപ്പോയി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തോന്നരുത്. അപ്പം നിങ്ങൾ ഹോസ്റ്റൽ സൗകര്യം, ഫുഡ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് തരുന്നുണ്ടോ എന്നുള്ളതും പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ഇയർ റിസൾട്ട് ഉണ്ട്. നമ്മുടെ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മുന്നത്തെ ഒരു 5 വർഷം 10 വർഷത്തെ റിസൾട്ട് നിങ്ങൾ നോക്കണം. അപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഒരുപാട് കോഴ്സസ് കൊടുക്കുന്ന കോളേജ് ആയിരിക്കും. അതല്ലാതെ മെഡിക്കൽ ഫീൽഡ് മാത്രമായിട്ട് കൊടുക്കുന്ന കുറച്ച് കോളേജസും മെഡിക്കൽ ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ട്. അതായത് GNM, BSc നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് ഇങ്ങനെ കൊടുക്കുന്ന മാത്രമുള്ള കോളേജിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കെയർ കിട്ടും. പിന്നെ അവിടുത്തെ റിസൾട്ട്സ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോളേജിലൊക്കെ മെയിനായിട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം. വീഡിയോ കാണുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഇപ്പോൾ BSc, GNM അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് ബാംഗ്ലൂരിലേക്ക് അഡ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ്, എവിടെ നോക്കണം എങ്ങനെ നോക്കണം എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്